അല്ല, ഒളിച്ചോട്ടം കൂടിക്കൊണ്ടിരിക്കുക. മക്കൾ ഒളിച്ചോടാതിരിക്കാൻ എന്താ ചെയ്യണ്ടേ? മക്കള് വേറെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടാതിരിക്കാൻ എന്താ ചെയ്യണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മൾ അവരെ ഒരു സുഹൃത്തുക്കളെ പോലെ കാണണം. മാതാപിതാക്കള് സ്വന്തം മക്കളെ സുഹൃത്തുക്കളെ പോലെ കാണണം. അവർക്ക് എന്ത് വേദനകളും എന്ത് യാതനകളും എന്ത് നൊമ്പരങ്ങളും വാപ്പയോടും ഉമ്മയോടും പറയാൻ കഴിയുന്നവരായിരിക്കണം. ചില വാപ്പ ഉമ്മമാരെന്നൊക്കെ പറയുന്നത് വലിയ സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര കർശന നിലപാടുള്ള വാപ്പ ഉമ്മയാണ്. അവരോട് സ്വാഭാവികമായിട്ടും മക്കൾക്ക് സ്നേഹം ഉണ്ടാകൂല. അപ്പൊ പുറത്തുനിന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് കൊടുക്കുമ്പോൾ, സ്നേഹം കൊടുക്കുമ്പോൾ അവരുമായിട്ട് വിളിച്ചോടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. ഈ മംഗലാപുരത്തും ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ നമ്മുടെ മക്കളെ പഠിക്കാൻ വിടും. ഞാൻ പറയുന്നത് 2 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ മക്കൾ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം എന്തേ, നമ്മുടെ മക്കൾ പിഴച്ചു പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ.